അങ്കമാലി അതിരൂപതയിൽ പാമ്പ്ലാനി ഭരണം അവസാനിപ്പിക്കണം. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി മാർ ജോസഫ് പാമ്പ്ലാനിയെ നിയമിച്ചത് വിശ്വാസികൾ തള്ളുന്നു. പാമ്പ്ലാനിക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വിശ്വാസികളുടെ കൂട്ടായ്മ പറയുന്നത്. വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഇനിയൊരു മെത്രാൻ ഭരണം എറണാകുളത്ത് വേണ്ട. കടുത്ത സഭാവിരുദ്ധരായ വൈദികർക്കെതിരെ എന്തുകൊണ്ട് പാമ്പ്ലാനി നടപടിയെടുത്തില്ല? വ്യാജരേഖ കേസിലുള്ള വൈദികർക്കെതിരെയുള്ള നടപടി പാമ്പ്ലാനി തടഞ്ഞു. ആർച്ച് ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ച് കയറിയതിന് 7 വൈദികർക്കെതിരെ കേസെടുത്തിരുന്നു. ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, വഴിതടയൽ എന്നീ കേസുകളാണ് വൈദികർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, വഴിതടയൽ എന്നീ കേസുകളാണ് വൈദികർക്കെതിരെ ഉള്ളത്. എന്തുകൊണ്ട് പാമ്പ്ലാനി ഇവരെ സംരക്ഷിക്കുന്നു? എന്തുകൊണ്ട് സമവായ കുർബാന നടത്താൻ അടിച്ചേൽപ്പിക്കുന്നു? എന്തുകൊണ്ട് AMT എന്ന വിമത സംഘടനയുമായി പാമ്പ്ലാനി ചർച്ച നടത്തുന്നു? ഇതെല്ലാം ജോസഫ് പാമ്പ്ലാനി തനിക്ക് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. കാണാൻ വിമതരുമായി മാത്രം ചർച്ച നടത്തി ജനാഭിമുഖ കുർബാന അനുവദിക്കുന്ന സഭാ നിയമം ലംഘിച്ച പാമ്പ്ലാനിക്കെതിരെ സിനഡ് നടപടിയെടുക്കണം. എറണാകുളം അതിരൂപതയിൽ പാമ്പ്ലാനിയെ പ്രവേശിപ്പിക്കരുത്. സഭാവിരുദ്ധ കുർബാനയെ പ്രോത്സാഹിപ്പിക്കുന്ന പാമ്പ്ലാനിയെ എന്തുകൊണ്ട് മെത്രാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു? തൃശൂരും ഇരിങ്ങാലക്കുടയിലും കോതമംഗലത്തും ജനാഭിമുഖ കുർബാന നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന പാമ്പ്ലാനി സമവായം വിശ്വാസികൾ കൈകാര്യം ചെയ്യണം. റാഫേൽ തട്ടിൽ എന്ന സഭയുടെ അഹങ്കാരം തലക്കി പിടിച്ച ആഡംബര പ്രിയനായ ആർച്ച് ബിഷപ്പിനെതിരെ വത്തിക്കാന് പരാതി നൽകാൻ വിശ്വാസികൾ ഒരുമിക്കണം. വരും ദിവസങ്ങളിൽ പാമ്പ്ലാനി മെത്രാൻ സ്ഥാനം രാജിവെക്കും വരെ സമരം നടത്താൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണം. പ്രതിഷേധങ്ങൾ നടത്തി കത്തോലിക്ക വിരുദ്ധനായ ജോസഫ് പാമ്പ്ലാനിയെ തലശ്ശേരി അതിരൂപത മെത്രാൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണം. പാമ്പ്ലാനിക്കെതിരെ നടക്കുന്ന സമരങ്ങളിൽ 35 രൂപതകളിൽ നിന്നും വിശ്വാസികൾ രംഗത്തിറങ്ങണം. ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി മെത്രാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോകണമെന്ന മുദ്രാവാക്യവുമായി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഒന്നായി വൻ സമരമുറകളുമായി അടുത്ത സമയങ്ങളിൽ രംഗത്ത് വരുമെന്നാണ് ലഭിക്കുന്ന വിവരം.